ഹലോ മക്കളെ, എല്ലാ വർഷവും 8ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ ഒരു മാർക്ക് പോലും പോകാതെ 100% കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത് അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് സാർ ഈ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? മക്കളെ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിൽ അഡ്ജക്റ്റീവ് അല്ല കേട്ടോ, അഡ്ജക്റ്റീവ് എന്നാണ് ശരിക്കും പറയാം. ആ ഡി കുറച്ച് സൈലൻ്റ് ആണ്, ഉണ്ടായിരിക്കണം. ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ നൗൺ. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. റെഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ ആരാണ് നൗൺ? ആപ്പിൾ ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ ആ ആപ്പിളിനെ ഡിസ്ക്രൈബ് അല്ല ചെയ്യുന്നത്. യെല്ലോ ആപ്പിൾ അല്ല, ബ്ലൂ ആപ്പിൾ അല്ല, റെഡ് ആപ്പിൾ ആണ്, ഡിസ്ക്രിപ്ഷൻ ആണത്. അപ്പോൾ ആരാണ് അഡ്ജക്റ്റീവ്? റെഡ് ആണ് അഡ്ജക്റ്റീവ്. ഇത്രേ ഉള്ളൂ. ബിഗ് ഡോഗ്, ഡോഗാണ് നൗൺ. എന്ത് ഡോഗാണ്? എന്ത് തരം? ബിഗ് ആണോ? അതെ. സ്മോൾ അല്ല, മീഡിയം അല്ല, ബിഗ് ആണ്. അപ്പോൾ ബിഗ് എന്താണ്? ഇതിൽ ഡോഗിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബിഗ് ആണ് അഡ്ജക്റ്റീവ്. ഇതിലാണ് ആരാണ് അഡ്ജക്റ്റീവ്? ഹാപ്പി ചൈൽഡ്, ചൈൽഡാണ് നൗൺ. ഹാപ്പി ചൈൽഡാണ്, സാഡ് അല്ല, മീഡിയം ഹാപ്പി അല്ല, ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പിയാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ അഡ്ജക്റ്റീവ് ആരാണെന്നൊരു മനസ്സിലായില്ലേ? പരീക്ഷയിൽ ചോദ്യം വരെ എങ്ങനെയായിരിക്കും? പിക്ക് ഔട്ട് 2 adjectives ഫ്രം ദി ഫ്രേസസ് ഗിവൻ ബിലോ. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നോക്കിയേ. ദ ലിറ്റിൽ സിസ്റ്റർ, സിസ്റ്ററാണ് നൗൺ എന്ന് മനസ്സിലായി. ആരാണ് അഡ്ജക്റ്റീവ്? ആലോചിച്ച് നോക്ക്. ലാർജ് സിസ്റ്റർ അല്ല, ബിഗ് സിസ്റ്റർ അല്ല, എൽഡർ സിസ്റ്റർ അല്ല. ഏത് സിസ്റ്ററാണ്? ലിറ്റിൽ സിസ്റ്ററാണ്. അപ്പോൾ ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലിറ്റിലാണ് ഇവിടെ ഡിസ്ക്രൈബിങ് വേർഡ്. സോ അതാണ് അഡ്ജക്റ്റീവ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, ബിഗ് ട്രാജഡി, ട്രാജഡിയാണ് നോൺ. എന്ത് ട്രാജഡി? ചെറിയ ട്രാജഡിയാണോ? മീഡിയം ട്രാജഡിയാണോ? ബിഗ് ട്രാജഡിയാണോ? ബിഗ് ട്രാജഡിയാണ്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആരാണ്? ബിഗ് ആണ്. സോ അഡ്ജക്റ്റീവ് ആരാണ് മക്കളെ? വളരെ സിമ്പിൾ, ബിഗ്. കുറച്ചുകൂടി വലിയൊരു ചോദ്യം ചെയ്ത് നോക്കാം. പിക്ക് ഔട്ട് ദി അഡ്ജക്റ്റീവ്സ് ഫ്രം ദി ഫോളോയിങ് ഫ്രേസസ്. വേഗം പറഞ്ഞേ, ട്രൈ ചെയ്ത് നോക്കിയേ. ദ റെഡ് ബലൂൺ, റെഡ് ആണ്. എ സ്കേറി മൂവി, എന്ത് തരം മൂവി? ഹാപ്പി മൂവിയാണോ? റൊമാൻറ്റിക് മൂവിയാണോ? ത്രില്ലർ മൂവിയാണോ? അല്ല, സ്കേറി മൂവിയാണ്. ഷൈനി കാർ, ഷൈനി കാർ, ഡിസ്ക്രിപ്ഷൻ, അത്രേ ഉള്ളൂ. ബ്രൈറ്റ് ലൈറ്റ്, ഡിം ലൈറ്റ് ആണോ? ബ്രൈറ്റ് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ്. അപ്പോൾ മനസ്സിലല്ലേ? അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വാക്ക്. അത് ഡിമ്മെന്ന് പറഞ്ഞാൽ ഡിമ്മായിരിക്കും അഡ്ജക്റ്റീവ്, അത്രേ ഉള്ളൂ. സോഫ്റ്റ് പില്ലോ, മിക്ക സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ നൗണിൻ്റെ തൊട്ട് മുൻപ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അതൊന്ന് ഓർത്ത് വെച്ചേക്കും. ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പരീക്ഷയിൽ അഡ്ജക്റ്റീവ് അഥവാ ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ചോദ്യം വന്നു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ് മക്കളെ, നിങ്ങൾ തകർക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മടി കാണിക്കരുത്. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. ആൻസറിൻ്റെ കൂടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം പഠിപ്പിക്കുന്നവർ മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇംഗ്ലീഷ് പരീക്ഷ നമ്മൾ തകർക്കും മക്കളെ. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് ക്ലാസ്സിൽ.